ഹലോ, ഇന്നാണെങ്കിൽ വീട്ടിലൊക്കെ ഞാൻ കുറേ തെങ്ങൊക്കെ വെട്ടി 3 തെങ്ങോളം വെട്ടി. പക്ഷേ അതായിട്ട് കായ്ഫലമൊന്നും ഇല്ലാത്ത തെങ്ങായതുകൊണ്ട് വെട്ടി. പിന്നെ ലൈനിൻ്റെ അകത്തോട്ട് മറിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വെട്ടിക്കളയാം. അപ്പോൾ അങ്ങനെ വെട്ടിയപ്പോൾ നമുക്കിത് ഈ തെങ്ങിൻ്റെ മണ്ടഭാഗം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കുരുന്ന ഭാഗം തന്നെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തെങ്ങിൻ്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ പ്രയത്നങ്ങളൊക്കെ പ്രയത്നിച്ച് കൈയൊക്കെ നൊന്ത് എന്തായാലും വെട്ടി തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. നല്ല പണിയാണെന്ന് മനസ്സിലാക്കിയെങ്കിലും പിന്നെ അങ്ങ് തുടരാൻ തീരുമാനിച്ചു. അങ്ങനെ തുടർന്ന് വെട്ടി കുറേ മടലുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പരമാവധിയൊക്കെ വെട്ടി കുറേ മടലൊക്കെ വെട്ടുന്നപ്പോൾ ഏകദേശം ഇപ്പോൾ വെട്ടിത്തീരും എന്നുള്ളൊരു സമാധാനത്തിൽ അരമണിക്കൂറത്തെ പരിപാടി ഏകദേശം ഉണ്ടായിരുന്നു. അങ്ങനെ വെട്ടി കൈയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നതിൽ നന്നായിട്ട് നോവുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ തുടങ്ങിയ സ്ഥിതിക്ക് അവസാനിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ച് പരിപാടി തുടർന്നു. അപ്പോൾ വൈകിട്ടാണ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ചെയ്തത്. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇത് വെട്ടിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ചെറിയ ഏറ്റവും ഉള്ളിൽ നമ്മൾ ചെറിയ മടലെല്ലാം മാറ്റിയെടുക്കണമായിരുന്നു. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തുമായാലും അതിനകത്തിരുന്ന സാധനം നല്ല ടേസ്റ്റ്, നല്ല തെങ്ങിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള കുരുന്ന ഭാഗമല്ലേ, അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ എന്തായാലും അവസാനം 2 പാത്രങ്ങളൊക്കെ ആക്കി 2 ആക്കി. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും കുറേ നമുക്ക് ആവശ്യമുള്ളൊരു സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെട്ടിയിട്ടപ്പോഴത്തേക്ക് ആദ്യത്തെ പീസ് തന്നെ താഴ്ത്തി. പക്ഷെ തുടച്ചൊക്കെ നോക്കി മണ്ണൊന്നും പറ്റിയില്ല. അവിടെ അഴുക്കൊന്നും ഇല്ല, ഉള്ള ഭാഗമൊന്നും അല്ലായിരുന്നു. പക്ഷേ എങ്കിലും അത് മാറ്റി വെച്ച് നമ്മൾ വേറെ ഒന്നും കൂടി ഇട്ട്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു ആ ഭാഗത്ത്. ഏറ്റവും അതിൻ്റെ മർമ്മം, അതായത് മടലിൻ്റെയും ഇതൊക്കെ പിടിക്കുന്ന ഭാഗമായിരുന്നു. പിന്നെ ഇതെല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമുണ്ടല്ലോ, പൂക്കളും എല്ലാം കൂടി ഇരിക്കുന്നതിൻ്റെ കൂമ്പും അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗം, ഞൊങ്ങെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല. പിന്നെ അത് ഈ ലെയറായിട്ട് കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ ഏറ്റവും ഉള്ളിലിരിക്കുന്ന ഭാഗം നമുക്ക് എടുക്കാനുള്ള. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഓരോരോ നമ്മുടെ തെങ്ങിൻ്റെ കൂമ്പൊക്കെ ചെറുത് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നല്ല പണിയായിരുന്നു. ഒരാളത് വീഡിയോ ഒക്കെ എടുത്ത് തന്നു. പക്ഷേ വീഡിയോ മൊത്തം കുലുക്കായിരുന്നു. എന്നാലും വേണ്ടിയില്ലെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് സഹായിക്കാൻ ഒരാളുള്ളത് പിന്നെ നമ്മൾ വിഷമിക്കരുതല്ലോ, മകൻ തന്നെയാണ്. അങ്ങനെ എന്തായാലും മോൻ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം നമ്മുടെ ഫലം കണ്ടിരിക്കുന്നു. നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലേ. ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. ബായ്.